ഹായ് മക്കളെ, ഓണം ആണല്ലോ. വയനാടുമായിട്ട് ബന്ധപ്പെട്ട് ഓണാഘോഷമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഓണപരീക്ഷ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിനി കുറച്ച് ക്ലാസ്സുകൾ ഓണം എക്സാമിനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നും ഒരു പ്രോബ്ലം. x plus 2, 3x minus 2, 7x minus 2. ഇവര് മൂന്ന് പേരും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ തുടർച്ചയായ ടേമുകളാണെങ്കിൽ ഈ ടേമുകൾ ആരൊക്കെയാണ്? ഇവരുടെ xn വേണം, sn വേണം. xn, sn ഇത് രണ്ടും എഴുതാനാണ് ചോദ്യം. നമുക്ക് ആദ്യം ഈ ടേമുകൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന മൂന്ന് ടേമുകൾ അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? 3x മൈനസ് 2 ഈക്വൽ ടു എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആണ്. ഇത് രണ്ടും കൂടി കൂട്ടി എക്സ് പ്ലസ് 2 പ്ലസ് 7x മൈനസ് 2 രണ്ടും കൂടി കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. പ്ലസ് 2 മൈനസ് 2 കൂടി ക്യാൻസൽ ആയി പോയി. 7x പ്ലസ് എക്സ് 8x ബൈ 2 ഈക്വൽ ടു 3x മൈനസ് 2. പിന്നെയും വെട്ടാം. അപ്പൊ എത്രയാവും? 4x. 3x മൈനസ് 2 ഈക്വൽ ആരെന്ന് കിട്ടും? 4x എന്ന് കിട്ടും. പ്ലസ് 3x നേരെ അപ്പുറത്ത് പോട്ടെ. അപ്പൊ മൈനസ് 2 ഈക്വൽ ടു 4x മൈനസ് 3x. 4x നിന്ന് 3x പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 1x. അപ്പൊ x ഈക്വൽ ആരെന്ന് കിട്ടി? മൈനസ് 2 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഇട്ടിട്ട് ഈ ടേമുകളൊക്കെ ആരാണെന്ന് കണ്ടുപിടിക്കാം. സോ എക്സ് പ്ലസ് 2 ഫസ്റ്റ് ടേം, എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? മൈനസ് 2 പ്ലസ് 2 ഈക്വൽ ടു 0. അടുത്ത ടേം ആരായിരുന്നു? 3x മൈനസ് 2. 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് മൈനസ് 2 പ്ലസ് 2. 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6. മൈനസ് 2 ആണ്. 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8. അടുത്ത 7x മൈനസ് 2. അപ്പൊ 7 ഇൻറ്റു മൈനസ് 2 മൈനസ് 2. 7 ഇൻറ്റു മൈനസ് 2 minus 14 minus 2 minus 16. So sequence is 0 minus 8 minus 16. ഇതാണ് അവരുടെ സീക്വൻസ്. ഇനി ക്വസ്റ്റ്യനകത്ത് എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്, xn വേണം, sn വേണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് xn കണ്ടുപിടിക്കാം. 0 മൈനസ് 8 മൈനസ് 16. f എന്ന് പറയുന്നത് 0 ആണ്. d എന്ന് പറയുന്നത് ഇതിന് കുറയ്ക്കാം. മൈനസ് 8 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? മൈനസ് 8 ആണ്. എക്സനും എസ്എനും വളരെ എളുപ്പം കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതറിയാവുന്നവർക്ക് വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ എക്സനും എസ്എനും എഴുതാൻ പറ്റും. സോ എക്സൻ ഇസിക്കൽ ടു ഡി നോക്കുക. ഡി അതേപോലെ എടുത്ത് എഴുതി അതിനോട് എന്ത് കൊടുക്കണം? എൻ കൊടുക്കണം. മൈനസ് 8n. എഫിലേക്ക് നോക്കി 0 ആണ്. മൈനസ് 8ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 0 കിട്ടും? പ്ലസ് 8 കൂട്ടിയാൽ 0 കിട്ടും. 0 എന്നാലും എഴുതി വെക്കരുത്. മൈനസ് 8ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 0 കിട്ടും? ആരെ കൂട്ടിയാൽ കിട്ടും? പ്ലസ് 8 കൂട്ടിയാൽ കിട്ടും. സോ xn ഇസിക്കൽ ടു ആയി. അടുത്ത sn വേണം. സോ sn ഇസിക്കൽ ടു ഡിയുടെ പകുതി. ഡി എത്രയായിരുന്നു? മൈനസ് 4 മൈനസ് 8. മൈനസ് 8ന്റെ പകുതി ആരായിരുന്നു? മൈനസ് 4. അതിന് എന്ത് കൊടുക്കണം? n സ്ക്വയർ. എന്നിട്ട് നേരെ എഫിലേക്ക് നോക്കുക. ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ 0 കിട്ടും? മൈനസ് 4ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 0 കിട്ടുന്നത്? പ്ലസ് 4. അതിനോട് എന്ത് കൊടുക്കണം? n കൊടുക്കണം. സോ sn ആയി. വളരെ എളുപ്പം ഇങ്ങനെ ചെയ്യാവുന്ന മെത്തേഡ് ആ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവര് എന്ത് ചെയ്യുക? ഇതിന്റെ എഫ് ഉണ്ട്, ഡി ഉണ്ട്, എക്സ് ഇൻഡിക്കേഷൻ ആണ്. എക്സ് ഇൻഡിക്കേഷൻ എന്തായിരുന്നു? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഇക്വേഷനകത്തേക്ക് ഈ സാധനം ഇട്ട് കൊടുക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു, എക്സ് എൻ കണ്ടുപിടിക്കുന്നു. എക്സ് എൻ കണ്ടുപിടിച്ചതിന് ശേഷം എസ് ഇൻഡിക്കേഷൻ എന്തായിരുന്നു? എൻ ബൈ 2 ഇൻറ്റു x1 പ്ലസ് xn. n by 2 into x1 plus xn. ഈ ഇക്വേഷനകത്ത് x1 എന്ന് പറയുന്ന ആര് തന്നെയാണ്? ഫസ്റ്റ് ടൈം 0 തന്നെയാണ്. xn നമുക്കിവിടെ കിട്ടും. അതിട്ടോട് ചെയ്ത് നോക്കാം. സോ അതിൽ നല്ലത് നമ്മൾ ഈ ചെയ്ത ഈ മെത്തേഡിലൂടെ വളരെ എളുപ്പം കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ.